ഒഴിഞ്ഞു മാറില്ലേ ഞാൻ രേഖകൾ. അതെയോ, എന്നാ ഞാൻ രേഖമൂലൊന്ന് നിങ്ങളെ മുന്നിൽ ഹാജരാക്കി തന്നാൽ നിങ്ങൾ എടുക്കുവാ? ഞാൻ തന്ന പേപ്പറിങ് എടുക്കും, ഞാൻ പറഞ്ഞുതരാം. ആ പേപ്പറിങ് എടുക്കപ്പോ പേപ്പർ ഇല്ല എന്നാ, ഞാൻ തന്ന പേപ്പർ ഇല്ല. ഒന്നും കൂടി ആണോ? എന്റെ സമ്മതവും ഇല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്റെ പേര് വെച്ചിട്ട് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയില്ലേ, സിനിമ ഉണ്ടോ? ആ മുത്തങ്ങ സംഭവത്തില് അതിലൊരു ബഷീർ എന്ന കഥാപാത്രമുണ്ട്. ആ സമയത്ത് കണ്ണൂർ DIG ഓഫീസിൽ ഉള്ള ബഷീർ എന്ന പോലീസുകാരനാണ് ഞാൻ. എന്റെ പേര് എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ സിനിമക്കാർ തരുന്ന കാശിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അത് പോലീസിൽ നിന്ന് കുറച്ചു കാലം പണിയെടുത്ത് പിന്നെ സിനിമയുടെ മായിക ലോകത്തിൽ പോയ ചില പോലീസുകാരാണ് ഇതിന്റെ തിരക്കഥ ഉണ്ടാക്കിയത്. ഇനി എന്താ അറിയണ്ടേ? അല്ല അല്ല 30 വർഷത്തെ ഒരുപാട് പരാതിയുണ്ട്. ഇത് കംപ്ലീറ്റ് ഫയല് ഞാൻ പത്രസമ്മേളനം വിളിക്കാം. ബഷീർ VP. ബഷീറിന്റെ പേര് വന്നതാണ് പ്രശ്നം. താങ്കൾ മുത്തങ്ങ സംഭവത്തിൽ അവിടെ പങ്കാളിയായിട്ടുണ്ടോ? മുത്തങ്ങ ഇൻസിഡന്റ് നടക്കുമ്പോ കണ്ണൂർ DIG ഓഫീസിലുള്ള പോലീസുകാരനാണ് ഞാൻ. എന്റെ പേര് ബഷീർ എന്നാണ്. ആ സിനിമയിലൊരു ബഷീർ എന്ന കഥാപാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിനിമ കാണാനില്ല. എന്നാ ഒന്ന് കണ്ടു നോക്കട്ടോ. താങ്കളുടെ നിലവിലുള്ള പരാതി ബഷീർ എന്ന പേര് ഉപയോഗിച്ചതാണോ അതോ 30 വർഷം താങ്കളെ പീഡിപ്പിച്ചതാണോ? എന്താണ് താങ്കളുടെ പരാതി? എന്തിനാണ് താങ്കൾ DGP കാണാൻ വന്നത്? മീഡിയയുടെ കാർഡ് ഉപയോഗിച്ചാണ്? അല്ല എന്റെ ID പോലീസ് ID കണ്ണൂർ സിറ്റി കമ്മീഷണർ തന്ന ഒരു ID കാർഡ് ഉണ്ട്. അത് അവരോട് ചോദിച്ചു നോക്കണം. അല്ല ഞാൻ പറഞ്ഞില്ലേ 30 വർഷം പോലീസിലുണ്ടാവുമ്പോ വരും വരായികൾ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാനൊന്ന് എടുത്തോട്ടെ, ക്യാമറ ഒന്ന് മാറ്റി. എന്റെ ID കാർഡ് അവർ വാങ്ങിച്ചു പോയിട്ടുണ്ട്. ഗൾഫിലുള്ളതാണ്. ഇസ്മ മീഡിയയുടെ ഓൺലൈൻ മീഡിയ. 30 വർഷം കാക്കിയിട്ട് എന്നെ പീഡിപ്പിച്ച ആ ഒരു പരാതിയാണ്. കണ്ണൂർ DIG ഓഫീസിൽ. ഞാൻ ഒരു ചായ കഴിച്ചോട്ടെ, ഞാൻ കണ്ണൂരിൽ നിന്ന് ഓടി വരുന്നതല്ലേ. ഞാൻ പത്രസമ്മേളനം വിളിക്കാം. വിവരങ്ങളുമായി ചേരുന്നു. DGPയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് കയറി ചെന്ന മുൻ പോലീസുകാരൻ ബഷീറിന്റെ വിവരങ്ങളുമായി ചേരുകയാണ്. ഷബീർ, എന്താണ് ഇദ്ദേഹം പറയുന്ന പരാതി? അദ്ദേഹത്തിന് എൻ്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ടോ? വീണ്ടും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയാണ്. അതൊരു ക്ലാരിറ്റി കുറവിന്റെ ഒരു മാറ്റർ അക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കണ്ണൂർ സ്വദേശിയായ ബഷീറാണ്. നേരത്തെ കണ്ണൂർ പോലീസിൽ ജോലി ചെയ്ത ആളാണ്. അദ്ദേഹത്തെ ഈ മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ഒരു സിനിമയിൽ അദ്ദേഹത്തിന്റെ പേര് തെറ്റായി ഉപയോഗിച്ച് അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിച്ചു നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യം. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇഷ്യൂ, ഒരു വ്യക്തത കുറവുണ്ട്. വീണ്ടും അദ്ദേഹം എന്തോ പ്രതികരിക്കുന്നുണ്ട്. കൂടുതൽ പ്രതികരണത്തിലേക്ക് നമുക്ക് കിടക്കാം. അതെ SIT ഉണ്ടായിരുന്നു ബഷീർ VP. അല്ല അവിടുന്ന് ഞാൻ ലോക്കൽ സ്റ്റേഷനിലേക്ക് ഡ്യൂട്ടിക്ക് പോയിരുന്നു. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. 23 ഇതെന്റെ വൈഫ് കൊടുത്ത പരാതിയാണ്. ഓരോ ഫയലും ഒരുപാട് ജീവിതമാണെന്ന് പറഞ്ഞാൽ ഞാൻ 21 മുതൽ ഈ സാജിദ കൊടുത്ത പരാതിയിൽ ഒരു തീരുമാനമായിട്ടില്ല. മർദ്ദിക്കാണ്ട് അങ്ങനെ ഫോട്ടോ വരില്ലല്ലോ. ഞാൻ ചായ കഴിച്ചോട്ടെ. ഞാൻ നിങ്ങൾക്ക് ഹാജരാക്കി തരാം.
താങ്കൾ ഇങ്ങനെ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ മാധ്യമപ്രവർത്തകരാണെന്ന പേരിൽ കടന്നു കയറി ഇങ്ങനെ ചെയ്യുന്നത് ഉചിതമായ നടപടിയാണോ? അല്ല, ഇവിടെ എല്ലാം പറഞ്ഞിട്ടാണല്ലേ അങ്ങോട്ട് വന്നത്. അല്ല, താങ്കൾ മാധ്യമപ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് അതിനകത്തേക്ക് കയറി എന്നാണ് പറയുന്നത്. സംസ്ഥാന പോലീസ് മേധാവി അല്ല, എന്നെ ഞാൻ വിസിറ്റേഴ്സ് റൂമിൽ ഇരുന്നതാണ്. നിർബന്ധപൂർവ്വം എന്നെ അവിടത്തേക്ക് പറഞ്ഞു വിട്ടതാണ്. യൂണിഫോം ഇട്ട ഒരാള്, ഞാൻ പേര് നോക്കിയില്ല. മാധ്യമസമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ആ പേര് ദുരുപയോഗം ചെയ്യുകയും അവിടെ വന്ന് പരാതി ഉന്നയിച്ച ശരിയാണ്. ഒരു ഇസ്മ എന്ന് പറഞ്ഞ ഓൺലൈൻ ഗൾഫിൽ ഒരു ഇതുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി ചുമതല ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങ് അലങ്കോലപ്പെടുന്ന തരത്തിലേക്ക് മാറിയില്ലേ? ആ ഉദ്ദേശത്തോടെയാണോ അങ്ങനെ? അല്ലല്ല, അയ്യോ അതല്ല. പിന്നെ എന്തുകൊണ്ടാണ് ആ വേദി തെരഞ്ഞെടുത്തത്? താങ്കൾക്ക് ഫോർമലായിട്ട് പരാതി ഉന്നയിക്കാൻ പല വേദികളുണ്ടല്ലോ. അല്ല, ഞാൻ ഈ ഫംഗ്ഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കണ്ടോളാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് വിസിറ്റേഴ്സ് റൂമിൽ ഇരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ താങ്കളൊന്ന് ആ പരാതി എന്താണെന്ന് വിശദമാക്കും. താങ്കൾ ഇപ്പോഴും താങ്കളുടെ പരാതി പറയുന്നില്ല. താങ്കൾ എന്താണ് പരാതി എന്ന് പറയുന്നത്? എന്തിനാണ് DGP ആദ്യ നടത്തിയ വാർത്താ സമ്മേളനത്തിനെ ആ വിഷയം ഒന്ന് പറയാമോ? പരാതി കാരണം ഞാൻ ചായ കഴിച്ചോട്ടെ, ചായ കഴിച്ചിട്ട് പറഞ്ഞുതരാം. ദുരുപയോഗം ചെയ്തു. ആ പരാതി പറഞ്ഞാൽ കാരണം എല്ലാവരും ഇത് കാണുകയാണ്. അവിടെ നിങ്ങൾ ഈ പരാതി ഉന്നയിക്കും, അത് തത്സമയം ഇതില് DGP സംസാരിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം കയറി ചെന്നത്. കാരണം അദ്ദേഹത്തിന് അതിനിടയ്ക്ക് ആരോ വിസിറ്റേഴ്സ് റൂമിൽ നിന്ന് അങ്ങോട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒഴിവാക്കാം.